എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 17-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. BPL റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കേണ്ടതായിരുന്നു. അത് 2-3 ദിവസം കൂടി നീട്ടിയിട്ടുണ്ട്. 20-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ NPS നീല, NPNS വെള്ള റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗമായ PHS പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന തീയതി 20/7/2026 വരെ നീട്ടിയിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ വഴിയോ 20/7/2026 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. ആദ്യം മസ്റ്ററിംഗ് അറിയിപ്പ് തന്നെയാണ്. കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചു. നാളെ 2026 ജൂലൈ 17-ാം തീയതി മുതൽ സംസ്ഥാനത്തെ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുന്നതാണ്. 2026 സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിർബന്ധമായും തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മസ്റ്ററിങ്ങിന് അക്ഷയയെ മാത്രമാണ് സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പെൻഷൻ ID നമ്പർ അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പർ, പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവ കൊണ്ടാണ് മസ്റ്ററിങ്ങിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തേണ്ടത്. സമയബന്ധിതമായി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്തവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യവും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അക്ഷയയിൽ ഈ വിവരം അറിയിക്കുകയാണ് എങ്കിൽ ജീവനക്കാർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് വീടുകളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നതാണ്. അതേസമയം ക്യാമ്പുകളിലൂടെയും മസ്റ്ററിംഗ് നടപടികൾ ഉണ്ടാകും. അതിന് നിങ്ങളുടെ തദ്ദേശ സ്ഥാപന വാർഡ് മെമ്പർ, അതായത് പഞ്ചായത്ത് മെമ്പർ, മുനിസിപ്പൽ കൗൺസിലർ ഇവരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. അതേപോലെ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയപരിധിയും ഇത് തന്നെയാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത് എങ്കിൽ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് അതാത് ക്ഷേമനിധി ഓഫീസിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ വരും വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനി മറ്റ് പെൻഷൻ അറിയിപ്പുകൾ നോക്കാം. ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് കടുത്ത ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കത്തിക്കയറുകയാണ്. ഇറാനെതിരെ വീണ്ടും അമേരിക്ക ആക്രമണം ശക്തമാക്കുകയും പശ്ചിമേഷ്യൻ സംഘർഷം വ്യാപിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ധന പ്രതിസന്ധി വീണ്ടും രൂക്ഷമായി. ഹോർമോസ് അടച്ചതോടുകൂടി രാജ്യത്ത് വീണ്ടും ഇന്ധന വിലയും പാചകവാതക വിലയും കൂടും എന്ന് ഉറപ്പായി. വാണിജ്യ സിലിണ്ടറിന് 3000 രൂപയിലെ അടുത്ത് എത്തിയിരുന്നു. ഇതിൽ ചെറിയ കുറവ് മാത്രമാണ് ഈ മാസം 1-ാം തീയതി വരുത്തിയത്. അതേസമയം ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ കുറവ് വരുത്തിയിരുന്നില്ല. വിലയിൽ കുറവ് വരുത്തും എന്നിരിക്കെയാണ് വീണ്ടും സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഹോർമോസ് അടച്ചത്. രാജ്യത്തെ ഇന്ധന വിലയും ഗ്യാസ് വിലയും ഉടൻ വർദ്ധിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി വന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി പദ്ധതി വന്നതോടെ ഓരോരുത്തർക്കും 125 ദിവസത്തെ തൊഴിൽ ദിനം ഉണ്ടാകും എന്ന വ്യവസ്ഥ ഫലത്തിൽ ലഭ്യമാകില്ല എന്ന് വിലയിരുത്തൽ. NREGക്കു കീഴിൽ 365 ദിവസത്തിലായിരുന്നു 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ VBG റാംജിയിൽ കാർഷിക പ്രവൃത്തികളുടെ സമയങ്ങളിൽ 60 ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവശേഷിക്കുന്ന 305 ദിവസത്തിൽ 125 ദിവസം ഉറപ്പായി നൽകാൻ കഴിയില്ല എന്ന് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ പറയുന്നു. കാർഷിക പ്രവൃത്തികളുടെ 60 ദിവസത്തെ കാലയളവ് ഏത് സമയത്ത് വേണമെന്ന് അതാത് സംസ്ഥാനങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. ഉത്തരേന്ത്യയിൽ ഏറെ ഭൂമിയുള്ളത് ജന്മിമാർക്കാണ്. കൃഷിക്കാലത്ത് കുറഞ്ഞ ചെലവിൽ പണിയെടുക്കാൻ ആളുകളെ ലഭ്യമാക്കാനാണ് 60 ദിവസത്തെ നിയന്ത്രണമെന്നും ആക്ഷേപമുണ്ട്. അവിദഗ്ധ തൊഴിലാളികൾക്ക് അവസരം കുറയുന്ന തരത്തിലാണ് പുതിയ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നും തൊഴിൽ വൈദഗ്ധ്യം ഇല്ലാത്തവർ കാലക്രമേണ പദ്ധതിയിൽ നിന്നും പുറത്താകുമെന്നുമാണ് വിലയിരുത്തുന്നത്. നിലവിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പുതിയ പദ്ധതി ആദ്യ മാസങ്ങളിൽ ബാധിക്കില്ല. എന്നാൽ തൊഴിൽ മേഖലയിൽ
വൈവിധ്യം ആവശ്യം എന്നതിനാൽ അവിദഗ്ധ തൊഴിലാളികൾ പദ്ധതിയിൽ നിന്നും സ്വാഭാവികമായും പുറത്താകും. അതിന് 1 വർഷത്തേക്കെങ്കിലും കാലതാമസം എടുത്തേക്കാം. പുതിയ പദ്ധതി പ്രകാരം തൊഴിലുറപ്പ് ജോലികളിൽ ശാരീരിക ക്ഷമതയും കണക്കാക്കപ്പെടുന്നുണ്ട്. 50 വയസ്സിനു മുകളിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുമുണ്ട്. ശാരീരിക ക്ഷമത വിലയിരുത്തിയാൽ ഇവർ പദ്ധതിയിൽ നിന്നും പുറത്താകാനാണ് സാധ്യത. 266 ജോലി ഇനങ്ങളിലായിരുന്നു NREGE പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പുതിയ പട്ടികയിൽ 318 തൊഴിൽ ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മെറ്റീരിയൽ വർക്കാണ് കൂടുതലായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൺകയ്യാല, മഴക്കുഴി നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളൊന്നും പുതിയ പട്ടികയിലില്ല. തരിശു നിലവും തരിശു ഭൂമിയും കൃഷിയോഗ്യമാക്കാനും പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കർഷകർക്ക് വ്യക്തിപരമായി തീറ്റപ്പുൽ കൃഷി നടത്തുന്നതിനും മാർഗമില്ല. സ്വയം സഹായ സംഘങ്ങൾക്കായി കൂട്ടമായി വേണമെങ്കിൽ ചെയ്യാം. തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ തൊഴിൽ തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചായത്തുകളിലായിരുന്നു. ഗ്രാമസഭകളുടെ ആവശ്യമെല്ലാം പരിഗണിച്ചായിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത്. എന്നാൽ പുതിയ പദ്ധതിയിൽ പഞ്ചായത്തുകൾക്ക് സ്വന്തം നിലയിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല. ഓരോ പഞ്ചായത്തിനും നിശ്ചയിക്കുന്ന തൊഴിൽ വിഹിതത്തിന് അടിസ്ഥാനമാക്കിയ മാത്രമായിരിക്കും തൊഴിൽ ദിനങ്ങൾ ഉണ്ടാകുക. റേഞ്ചില്ലാത്തിടത്ത് കുടുങ്ങും. VBG റാംജി പദ്ധതിയിൽ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ ബയോമെട്രിക് ഹാജർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹാജറിന് ബയോമെട്രിക് സംവിധാനം പ്രായോഗികമല്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ബയോമെട്രിക് സംവിധാനത്തിന് ഇന്റർനെറ്റ് കണക്ഷൻ നിർബന്ധമാണ്. ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത മേഖലകളിൽ ഹാജർ രേഖപ്പെടുത്താൻ കഴിയുമോ എന്ന ആശങ്കയാണ് തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. ബയോമെട്രിക് ഹാജറിന് പുറമെ GPS മൊബൈൽ മോണിറ്ററിംഗ്, നിർമ്മിത ബുദ്ധി സഹായത്തോടെ കൂടിയുള്ള ആസൂത്രണവും പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഒരു പരിധിവരെ മാത്രമായിരുന്നു ഡിജിറ്റൽ നിയന്ത്രണം ഉണ്ടായിരുന്നത്. തൊഴിലാളികൾക്കുള്ള വേതനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരായിരുന്നു നേരത്തെ എടുത്തിരുന്നത്. കേന്ദ്ര പദ്ധതിയായിരുന്നു ഇത്. എന്നാൽ ഇത് ഇപ്പോൾ കേന്ദ്രാവിഷ്ഠിത പദ്ധതിയാണ്. ഇതിൽ 60% മാത്രം തുകയാണ് ഇനി കേന്ദ്രം നൽകുക. ബാക്കി തുക സംസ്ഥാന സർക്കാർ കണ്ടെത്തണം. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫണ്ട് എടുക്കുന്ന മറ്റു ചില പദ്ധതികളെ പോലെ കേന്ദ്രം ഫണ്ട് തരാതിരുന്നാൽ ഭാവിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് ഇത് വലിയ ബാധ്യതയും ആകും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.